ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനത് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഞാനിതിന് മുന്നേ വീഡിയോ എടുക്കുമ്പോൾ സംസാരിച്ചാണ് വീഡിയോ എടുത്തത്. പക്ഷേ എന്തോ സൗണ്ട് ഒട്ടുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഞാനൊരു മീൻകറി വയ്ക്കാനാണ് പോകുന്നത്. മീൻകറിക്ക് അമ്മ മീൻ അറുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ബ്രെഡിലൊക്കെ ഞാൻ ചെയ്യണം. ഞാനിപ്പോൾ ചെറിയ ഉള്ളി തൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അരിയണം. പിന്നെ പിറകിൽ അമ്മ മീൻ പൊരിക്കുവാണ്. പിന്നെ എനിക്ക് വയ്യ, എനിക്ക് പാപ്പുവിൻ്റെ എനിക്ക് പനി കിട്ടിയെന്നൊക്കെയാണ് ഇനി സംസാരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഒന്നും കേൾക്കാൻ വയ്യാതായിപ്പോയി. പാപ്പുവിന് ഇപ്പോൾ കുറവുണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക്. പിന്നെ ഇത് വെച്ചിപ്പോൾ തൽക്കാലം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ. ഇപ്പം ഞാൻ ഉള്ളി ഒളിച്ചിട്ട് വരാമെന്നാണ് പറയുന്നത്. അമ്മയുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചെറിയ ഉള്ളി കൊണ്ട് ഇട്ടാണ് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ചെടുക്കാം. ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടി ഞാൻ കുറച്ച് പുളിയും കൂടി ഇടുന്നുണ്ട്. നമുക്കത് അരച്ചെടുക്കാം. അത് നമുക്ക് ചട്ടി വയ്ക്കാം. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. അത് രണ്ടും ഇതുപോലെ ഒരുപോലെ പൊട്ടും. അത് പൊട്ടതിന് ശേഷം അതിൽ കുറച്ച് പച്ചമുളക്, കറിവേപ്പില ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കിണ്ടി എടുക്കണം. കണ്ടോ, ഇതുപോലെ കിണ്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് റെഡ് കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ശകലം ഉപ്പിടുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പെട്ടെന്ന് അടിയിൽ പിടിക്കും, അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഇളക്കിയെടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി ചില ആൾക്കാർ വെളുത്തുള്ളിയൊന്നും മീൻകറിയിൽ ഇടത്തില്ല, പക്ഷേ എനിക്ക് ഇതിനുള്ള ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് തക്കാളി, പച്ചമുളക് കൂടെ അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയത്ത് പുളി പിഴിഞ്ഞൊഴിക്കാം. ഞാൻ അരച്ചപ്പോൾ അതിൽ കൂടി ഇടുവാണ്, തേങ്ങ കൂടി ഇടുവാണ് ചെയ്തത്. ഇപ്പോൾ അരപ്പൊഴിച്ചോട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അരപ്പൊഴിച്ചു, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കത് തിളപ്പിച്ചെടുക്കാം. അടച്ച് തിളപ്പിക്കണം. ഒരു 5-7 മിനിറ്റ് മതി. അപ്പോഴത്തേക്കും നല്ലതുപോലെ തിളയ്ക്കും. ഇപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിക്കാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമുക്ക് മീൻ ചേർക്കേണ്ടത്. ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇടേണ്ടത് മീൻ. ഇതാണ് നല്ല ചൂര തലയൊക്കെയുണ്ട്. ചൂര മീൻ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കതിടാം. തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിൽ നമുക്കിനി മീനിടാം. അതിന് മീൻ തല്ലിയിടുന്നുണ്ട്. പിന്നെ ബാക്കി കഷ്ണങ്ങളെല്ലാം നുള്ളിപ്പറക്കിടാം. അതിട്ടിട്ട് പൊടിയാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. എല്ലാ കഷ്ണങ്ങളും അരപ്പിൽ മുങ്ങുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടച്ചു വെച്ചു. ഇനി നമുക്കിത് വെന്തിട്ട് നോക്കാം. എൻ്റെ മീൻകറി റെഡിയായി. കുറച്ചുകൂടെ വറ്റിച്ചാലും കുഴപ്പമില്ല. മീൻകറി റെഡി. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. ഓക്കെ ബൈ ഡാ.